ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീനു മതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും തോന്നരുത്, ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ വ്ളോഗാണ്. 3 ദിവസത്തെ വ്ളോഗ് ഷോർട്ട് കാണുന്ന ഒരു വ്ളോഗൊക്കെയാണ്. പിന്നെ ഇൻട്രോ ഞാൻ അപ്പോൾ അന്നല്ല എടുക്കുന്നത്, ഇൻട്രോ പിന്നീടാട്ടോ. ഈ ഇൻട്രോ പിന്നീടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വ്ളോഗിൽ ഇന്ന് എന്താ വെച്ചാൽ മെയിനായിട്ട് റിനൂസിൻ്റെ ഉമ്മാൻ്റെ കാക്കുവിന് വീട് പണി നടക്കുകയാണ്. ഓലിപ്പോൾ തറവാട്ടിലാണല്ലോ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തന്നെ ഓർക്ക് പുതിയൊരു വീട് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീട് പണി എവിടെ വരെ ആയി. ഞങ്ങൾക്ക് ആദ്യമൊക്കെ വീഡിയോയിൽ കണ്ടാൽ തറ മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ പണി ഫുള്ള് തുടങ്ങിയേക്കാണ്. അപ്പോൾ വീട് പണി എവിടെ വരെ ആയി, എത്ര പണിക്കാരുണ്ട്, അപ്പോൾ ആ ഒരു വ്ളോഗാട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ വീഡിയോ മിനിമം എല്ലാവരും ഷെയർ ചെയ്യുക, പിന്നെ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ഓക്കെ ഗായ്സ്, പതിവ് പോലെ തന്നെ വെള്ളപ്പം ഉരുളങ്കിഴങ്ങ് കൂർമ്മക്കറിയായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തേത്. അപ്പോൾ ആദ്യമൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ടൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു 3 ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ഡബ്ബ ചെയ്യണ ദിവസം എന്താ പറയുക, പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആമിമോക്ക് ഡയറി മോക്ക് പെരുന്നാൾക്ക് കൊടുക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറ്റമല്ല, മരിച്ചാലും ഇവിടെ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, മരിച്ചാലും മോക്ക് എതിട്ട് ജീവിക്കൂല പറ്റിയില്ല എന്നല്ല. ഞങ്ങൾ ഇതാക്കണ മീൻ വാങ്ങാൻ പോവാട്ടോ ടൗണിക്ക്. അപ്പോൾ ഇടവണ്ണയാണ് മീൻ വാങ്ങാൻ വന്നത്. എന്താ പറയുക, പേദലാണ് ഞങ്ങൾ വാങ്ങാൻ വന്നത്. അപ്പോൾ പേദലാണ് ഞങ്ങൾ വാങ്ങുന്നത്. എല്ലാവർക്കും വീട്ടിൽ പേദലാണ് ഇഷ്ടം. അപ്പോൾ ഏട്ടനൊക്കെ ജോലിയുണ്ട്, അപ്പോൾ ഏട്ടൻ പോയിന്. അല്ലെങ്കിൽ ഏട്ടനാണ് മീനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്. ആ പേദലിന് 1 കിലോന് തന്നെ തോന്നണം 300 രൂപയാണ് തോന്നുന്നത്. 300 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാക്കുന്ന 300 രൂപയ്ക്ക് വാങ്ങി. വീട്ടിൽ ചെന്നപ്പോഴാണ് ബോട്ടി കിട്ടിയെന്ന് പറഞ്ഞത്. ബോട്ടിയാണ് തോന്നുന്നത്, എന്തോ ഒരു ബീഫിൻ്റെ എന്തോ ആണ്. അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞത്. പിന്നെ അതും നന്നാക്കി വെക്കേണ്ട വൈകുന്നേരത്തിന്. പിന്നെ ആമിമോക്ക് കേൾക്കണം, എന്താ പറയുക, തേങ്ങ ഇട്ട് കഞ്ഞി കൊടുക്കണം. ഓള് നല്ലോണം കുടിക്കട്ടോ. പിന്നെ ആദ്യക്കും ഏട്ടനക്കും പറഞ്ഞു എന്ത് വേണം, തലേന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കാരക്ക് ജ്യൂസ് എടുക്കണം. അപ്പം ഞാനതൊക്കെ ക്ലീനാക്കി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ ചായ കുടിക്കണമുണ്ട് കേട്ടോ. ആമിമോൾ കഞ്ഞി കുടിക്കുന്ന ഇടയിലാണ് കളിക്കാൻ പോയത് സിറ്റൗട്ടൊക്കെ. അപ്പം ഏട്ടൻ വരുമ്പോഴത്തേനും അത് ഷെയ്ക്കും അടിക്കും വേണം. പിന്നെ അതൊക്കെ മീൻ ഉമ്മച്ചി മസാല കൂട്ടിയാണ്ട് അപ്പോൾ ഇതിന് അടുപ്പയിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഇത് നമ്മൾ വൈകുന്നേരത്തിനാണ് ബീഫിൻ്റെ ഇത് കേട്ടോ. അന്ന് വൈകുന്നേരം ഞാൻ പോരുമ്പോൾ ഇന്നത് ഞങ്ങൾ കൊണ്ടുവരലാണ് സാധാരണ. കാരണം ഞാൻ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കല്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ വീണ്ടും വിശക്കും. പിന്നെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അവരെ കുടിച്ചു. പിന്നെ ഇതാക്കണം, ആടിനെ കാണിച്ചു തരാം. ആടിൻ്റെ പാത്രങ്ങളാക്കണം, അവർക്കൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ കൂടൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല, അതൊക്കെ അമ്മ അങ്ങനെ കുളിക്കുന്നതിൻ്റെ മുന്നെയാണ് ക്ലീൻ ആക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെടി വെക്കണേ, ചെടി കുറേ പോയി, അതൊക്കെ അതിൻ്റെ വഴിക്ക് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ടിലെപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വീടിൻ്റെത്. അപ്പോൾ വീട് പണി ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതേമാതിരി തന്നെ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കുക. കാരണം പടുവ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് നനക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വീട് പണിയൊന്നും എവിടെ എത്തിയിട്ടില്ല, അതുപോലെ തന്നെയാണ്. പിന്നെ ആമിമോൾ ഇതാക്കണം കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അതായത് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു, പടുവ് തുടങ്ങിയിട്ടോ. നമ്മൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ കട്ടിലെപ്പ്, ഫസ്റ്റത്തെ കട്ടിലെപ്പ്. അപ്പോൾ ആമിമോൾക്കൊരു വാട്ടർ ബാഗൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തോളിലിട്ട് നിൽക്കട്ടോ. അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കണം 10 മണിക്ക്. അപ്പോൾ കഞ്ഞി സംബന്ധി അച്ചാറുമാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഉപ്പേരിയുണ്ട്. അതായത് എന്താ പറയുക, പയർ, അതിൻ്റെ ഡ്യൂട്ടി എനിക്കാട്ടോ. ഞാൻ തന്നെ അരിഞ്ഞ് ഞാൻ തന്നെയാണ് ഉപ്പേരി വെക്കൽ. ആ ഡ്യൂട്ടി എനിക്കാണ്. കഞ്ഞിൻ്റെ ഡ്യൂട്ടി എനിക്കാണ്. കഞ്ഞി ഉണ്ടാക്കി വെക്കും, ഉപ്പേരി പിന്നെ എനിക്ക് സംബന്ധിയും അച്ചാറുമാണ്. പിറ്റേ ദിവസം മീൻ അങ്ങനെ മാറ്റി കൊടുക്കും. എന്തായാലും ഒരു ഉപ്പേരി ഉണ്ടാവും. പിന്നെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ മൂടച്ചട്ടി പൊട്ടിക്കണം, അത് പൂച്ച പൊട്ടിച്ചതാട്ടോ. അമ്മച്ചിൻ്റെ ടിൻറ്റുമോൻ പൊട്ടിച്ചാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ എവിടേക്കാ പോണ ചാമിമോളെ തിരഞ്ഞാണ്ടാണ് നിങ്ങൾ കണ്ടോ വാട്ടർ ബോട്ടിൽ വെച്ച് കണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മമ്മ അടിച്ചു വരെയാണ്. ഞാൻ ഇന്നെ 6 മണിക്ക് ആദ്യം അവിടെ കൊണ്ടാക്കിയാണ്ട് ആദ്യം ജോലി സ്ഥലത്ത് പോയതാ. ഇപ്പോൾ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വേറെ മില്ലിലാണ്, അതായത് ആ മുതലാളിൻ്റെ തന്നെ വേറെ മില്ലിലായിട്ടാണ്. അപ്പോൾ ഞാൻ ആമിനോട് എന്താ വെച്ചാൽ ആമി അത് എനിക്ക് തരുമോ എന്നാണ് ചോദിക്കണം. അപ്പോൾ അവൾ നോക്കിക്കാണ്ട് ഇല്ല. പിന്നെ ഇതാക്കുകയാണ്, നമ്മൾ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പടുവൊക്കെ തുടങ്ങി 2-3 കട്ട പടുവ് പകുതിയിലോറും ആയിട്ടോ. ഫസ്റ്റ് ദിവസം 4 പണിക്കാരുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്നായത്. 2ാമത്തെ ദിവസം 2 പണിക്കാരുണ്ടായിരുന്നു, അത് ശനിയാഴ്ച. ഇത് നമ്മൾ 3 ദിവസത്തെ വ്ളോഗാട്ടോ. അത് നമ്മൾ ഷോർട്ടാക്കി എടുത്ത് പിന്നെ എംസാൻഡും കാര്യങ്ങളൊക്കെ അവിടെ ഇതാക്കണം. നിങ്ങൾ കണ്ടില്ലേ.
അപ്പോൾ ശനിയാഴ്ച ഞാൻ ഡബ് ചെയ്യണത് ശനിയാഴ്ച തന്നെ കേട്ടോ. ഇത് ശനിയാഴ്ചത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച എല്ലാതും പൂർത്തിയായി. അതായത് ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ കട്ട കെട്ടാൻ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ കട്ടിലേപ്പേക്കാരും അതായത് ജനലിൻ്റെ ഒക്കെ. പിന്നെ ആമിമോൾ നിങ്ങൾ കണ്ടോളി. ആമിമോൾ ഇപ്പോൾ സർക്കസ് കാട്ടും കേട്ടോ. കാണിച്ചു തരാം. എൻ്റെ ഫോൺ നിലത്തേക്ക് വീഴാൻ പോയി, അതാണ് ആ കണ്ടത് നിങ്ങൾ. ആമിമോളിപ്പോൾ സർക്കസ് കാട്ടുന്നത് കല്ലുമ്മ കയറി നിന്നുകാണ്ട് മേലേക്ക് കയ്യൊട്ടി കളിച്ച അവളെ പിരാന്ത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. തന്തിയും മകളും നല്ല കളിയിലാണ് അവിടെ. അപ്പോൾ ഇതാക്കണം ആമിമോള്. ഞാൻ ഇവിടെ ദൂരത്താട്ടോ, അതായത് എൻ്റെ വീടിൻ്റെ മുറ്റത്തു നിന്നാണ് ഞാൻ ആമിമോളെ ഇങ്ങോട്ട് വാഴിച്ചിട്ടുണ്ടോ കയ്യൊട്ടണേ. അത് ഒരു കല്ലുമ്മ കയറി നിന്ന് കണ്ട് എന്താ സർക്കസ്. അതിൻ്റെ അടുത്തൊരു കുഴിയുണ്ട്. അപ്പോൾ ഇതാക്കണേ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടാങ്ക് വാങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ റിനൂസിൻ്റെ ഉമ്മാൻ്റെ വീട് പണി എല്ലാവരും കണ്ടില്ല. അപ്പം ഇപ്പോൾ നമ്മളെ തറയുമെന്ന് 3 വരി കല്ല് പടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ കട്ടിലാതിലും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ വരി എന്ന് പറഞ്ഞാൽ ജനൽവാതിൻ്റെയാണ്. ഇപ്പോൾ ഓരോ ഘട്ടം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിയുന്നതും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വീട് പണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന, അപ്പോൾ വീട് പണീനെ കുറിച്ചൊക്കെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട് പണിനെ കുറിച്ച് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഈ പണികളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളെല്ലാവരും മറക്കാതെ ഞങ്ങളെ സഹായിക്കണം. അതായത് എന്താ വെച്ചാൽ നിങ്ങൾ അറിയാതെ പറഞ്ഞു തരണം. നിങ്ങൾ എങ്ങനെ പറഞ്ഞു വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നത്, എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, പണിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, നിങ്ങളെല്ലാവരും മറക്കാതെ കമൻറ്റ് ഇടുക. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും കമൻറ്റ് ഇടുക. അപ്പോൾ എങ്ങനത്തെ വീഡിയോ വേണമെന്നോ ഇതിൽ ചെയ്യണമെന്നോ എങ്ങനത്തെ വീഡിയോ വേണം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വ്ളോഗിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പരമാവധി ഞങ്ങളെ എൻ്റെ റിന്യൂസിനെ ആമിയോളെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, അപ്പോൾ നിങ്ങളെല്ലാം പരമാവധി സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, ടാറ്റാ.